പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് മയ്യത്ത് സംസ്കരണ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളാണ്. നമ്മളൊക്കെ വലിയ ബാധ്യത പോലെ കുടുംബത്തിൽപ്പെട്ട നാട്ടുകാരിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അതിൻ്റെ ആത്യാന്തിക പരിപാടിയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളുകളാണ്. നമ്മളെപ്പോഴെങ്കിലും ആ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാലം താമസിച്ച, കളിചിരികൾ നടത്തിയ, തമാശകൾ പറഞ്ഞ, ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടുകൂടെ കളിച്ച് ചിരിച്ച് ഇടപെട്ട, അവന്റെ അധ്വാനം മുഴുവൻ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ ആ ഭവനത്തിൽ നിന്ന് ആ മനുഷ്യനെ, ചേതനേറ്റ ശരീരത്തെ മയ്യത്ത് കൊട്ടിലാക്കി ആളുകൾ തോളിൽ ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഈ മയ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മയ്യത്ത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മയ്യത്ത് സംസാരിക്കുന്നുണ്ട് എന്നാണ് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ മയ്യത്തും വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട് എന്നാണ്. ഈ സംസാരം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർക്കെങ്കിലും അത് കേൾക്കാൻ കഴിയോ? ഉണ്ട്. മനുഷ്യേതര ജീവികൾക്കെല്ലാം ആ സംസാരം കേൾക്കാൻ കഴിയും. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, ഇടവഴിയിലൂടെ, റോട്ടിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് പക്ഷികളോ പറവാദികളോ മറ്റു മൃഗങ്ങളോ ആ പരിസരങ്ങളിലുണ്ട് എങ്കിൽ ആ ജീവികൾക്കെല്ലാം ഈ മനുഷ്യന്റെ സംസാരം കേൾക്കാൻ കഴിയുമെന്നാണ്. എന്താണ് ഈ മനുഷ്യന് സംസാരിക്കുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇൻ കാനത്ത് സ്വാലിഹ, ആ മയ്യത്ത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ അള്ളാഹുവിനോടും ജനങ്ങളോടുമുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ച്, ആളുകളെ സ്നേഹിച്ച്, ആളുകളെ പരിഗണിച്ച്, ബഹുമാനിച്ച്, ജനങ്ങളെ വെറുപ്പിക്കാതെ, അതോടൊപ്പം തന്നെ സൃഷ്ടാവിനോടുള്ള ആ കടമയും കടപ്പാടുമൊക്കെ കൃത്യമായി നിർവഹിച്ച നല്ലൊരു മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി. എന്താ നിങ്ങളിങ്ങനെ പതുക്കെ കൊണ്ടുപോകുന്നത്? എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോ. എത്രയും പെട്ടെന്ന് ഈ മയ്യത്തൊന്ന് പള്ളിയിൽ നമസ്കരിച്ച് നിങ്ങൾ മറമാടുമോ? എന്നെ വേഗമൊന്ന് കൊണ്ടുപോകുമോ എന്ന് നല്ല മയ്യത്താണെങ്കിൽ പറയും. കാരണം ഈ ദുനിയാവിന്റെ പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി ആഖിറത്തിന്റെ സുഖസുന്ദരമായ സ്വർഗസമാനമായ ആ അവസ്ഥകൾ അനുഭവിക്കാൻ ഇവന് തടസ്സം ഈ വീട്ടിലുള്ള ഈ വക്കലാണ്, ഈ പിന്തലാണ്. അതുകൊണ്ട് എനിക്ക് സ്വർഗീയമായ ആ അനുഭൂതി എത്രയും പെട്ടെന്ന് അനുഭവിക്കണം എന്ന ചിന്തയിൽ ഖദ്ദിമൂനി എന്ന് നല്ല മയ്യത്ത് പറയുമെന്നാണ്. എന്നാൽ ഭൂമിയിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ആളുകളോടുള്ള സമീപനം മോശമായവർ, ജനങ്ങളെ വെറുപ്പിച്ചവർ, നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കിയവർ, അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾ, നമസ്കരിക്കാത്ത ആളുകൾ, ഹറാമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ദുഷിച്ച ജീവിതം നയിച്ച ആളുകൾ, അവന്റെ ആയുസുകാലത്ത് അവൻ നിർമ്മിച്ച ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ പറയും, യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ, നാശമേ, എന്റെ നാശമേ, എങ്ങോട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി കൊണ്ടുപോകുന്നത്? എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും ഈ വീട്ടിലാണല്ലോ ഉള്ളത്. എൻ്റെ ആയുസ്സുകാലത്ത് ഞാൻ നിർമ്മിച്ച എൻ്റെ മനോഹരമായ ഭവനമാണല്ലോ നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ എൻ്റെ വീട്ടിൽ തന്നെ നിർത്തണം നിങ്ങൾ എന്ന് ദുഷിച്ച വ്യക്തി പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനത് കേൾക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മനുഷ്യനത് കേട്ടുകഴിഞ്ഞാൽ അവൻ ബോധരഹിതനായി വീണുപോകുമെന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ശിഷ്ടകാലം സൽക്കരമങ്ങൾ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജനങ്ങളോടുള്ള സമീപനങ്ങളൊക്കെ നന്നാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ മയ്യത്ത് ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന നല്ല മയ്യത്തുകളടക്കി അള്ളാഹു നമ്മളൊക്കെ മാറ്റി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.